തരൂ ഉമ്മ. നീ ഇത്രോളുണ്ട് പെണ്ണെ. കളിക്കല്ലോ കേട്ടോ, ഞാൻ പേടിച്ചോയില്ലേ. ഷേ, നീ ചൂടാവല്ലേ, ഞാൻ വെറുതെ തമാശക്ക് ചെയ്തല്ലേ. ഇതെന്തേ രാവിലെ തന്നെ? ഒന്ന് പോയേ, ഒന്ന് വർക്കൊന്നുമില്ലേ? ഞാൻ ഇന്ന് എന്റെ പെണ്ണിനെ കാണാൻ വേണ്ടി ലീവ് എടുത്തല്ലേ. അപ്പൊ ശരിക്കും വർക്കില്ലേ? വർക്കൊക്കെ ഉണ്ട്, ഞാനിന്ന് ഓഫ് എടുത്തു. നമുക്ക് ഇന്ന് കറങ്ങാനൊക്കെ പോവാം. ആ, അടിപൊളി, എന്നാ നമുക്ക് പോവാ. ആ, ഞാൻ റെഡിയായി വന്നതാണ്, നീ റെഡി ആയാൽ നമുക്ക് പോവാം. സെറ്റ്, എന്നാ ഞാൻ ദേ പോയി ഇതാ വന്നു. വീട്ടിൽ ആരുമില്ലേ? ഓ, ഉമ്മയും വാപ്പയൊക്കെ പുറകിൽ വീട് പണിയാടി. വാപ്പ ഇപ്പൊ വീട് പണിക്കൊക്കെ ഹെൽപ്പ് ചെയ്യോ? ആ, ബെസ്റ്റ് ആളാ വീട് പണി. ബാക്കില് മതില് കെട്ടുന്നുണ്ട്, അപ്പൊ അത് നോക്കി നിക്കുന്നുണ്ടാവും. ഓ, അങ്ങനെ വീട് പണി എടുക്കണമെന്നൊന്നുമില്ലേനും, അറ്റ്ലീസ്റ്റ് ഉമ്മനോടൊന്നും നല്ലോണം സംസാരിക്കുന്ന കണ്ടാ മതിയേന്. എനിക്ക് ഉമ്മാനെ പറ്റി ഓർക്കുമ്പോഴാടി പാവം തോന്നുന്നേ. എന്ത് ജീവിതാലേ. ചായ, ചോറ്, പാന്റ്, ഷർട്ട് ഇതൊക്കെ പറയുമ്പോ പാവം മുന്നിലെത്തിച്ച് കൊടുക്കുന്നില്ലേ. എന്റെ വീട്ടിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ, എനിക്ക് അറിയുന്നതല്ലേ. ഇപ്പൊ ഒരു ഡിവോഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം ഉമ്മ രക്ഷപ്പെട്ട്. അന്റെ ഉമ്മക്ക് ഇന്ന് ഡിവോഴ്സ് നോക്കിക്കൂടെ? ഉമ്മയ്ക്ക് വാപ്പി എന്ന് പറഞ്ഞ വലിയ കാര്യടാ. ഉമ്മ പറയുന്ന ആണുങ്ങളൊക്കെ അങ്ങനാന്നാ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ആ, ഫസ്റ്റ് അതുകൊണ്ടല്ലേ എനിക്ക് ആണുങ്ങളോട് തന്നെ വെറുപ്പായേ. അതുകൊണ്ടല്ലേ എനിക്ക് എന്റെ പെണ്ണിനെ കിട്ടിയേ. ശരിക്കും നമ്മൾ കെട്ടുവോ? നീ എന്റെ പെണ്ണല്ലേ, എന്നെ ഞാനല്ലാണ്ട് വേറെ ആര് കെട്ടാനാ? നീ കൊട്ടു. അപ്പൊ ഇവിടെ ഇതാണ് പരിപാടി. ശരിക്കും അങ്ങനൊന്നും ഇല്ല ഉമ്മ, പറയടി. ആന്റി, നമ്മൾ വെറുതെ തമാശക്ക്. ആ, നിങ്ങൾ പറയണത് ഫുള്ള് കേട്ടിട്ടാണ് ഞാൻ വരുന്നത്, വെറുതെ എന്നെ പൊട്ടനാക്കാൻ നിൽക്കരുത്. ഉമ്മ ഒന്ന് പതുക്കെ പറയൂ ഉമ്മ, വാപ്പി കേൾക്കൂ. അപ്പൊ എനിക്ക് അറിയ കേട്ടാ പ്രശ്നം എന്നുള്ളത് അല്ലേ. ആന്റി സോറി ആന്റി. അപ്പൊ അതിനാണ് രാവിലെ തന്നെ നീ കുറ്റിയും പറിച്ചങ്ങോട്ട് എഴുന്നള്ളുന്നത്. എന്താണ് എന്റെ റബ്ബേ, എന്താണ് മോളെനിക്ക് പറ്റിയേ? ഇതിലും ഭേദം എനിക്ക് ഇന്നെ കൊല്ലുന്നതല്ലേനോ. ആന്റി, എനിക്ക് ഓക്ക് ഞാനും ഇല്ലാണ്ട് പറ്റൂല ആന്റി. എന്താണ് മക്കളെ, നിങ്ങൾക്ക് പ്രാന്താണോ? ചെറുപ്പം തൊട്ടാന്നെ കാണുന്നോണ്ടാ ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ ഇറക്കിവിടാത്തെ. ഉമ്മി, എനിക്ക് ഓളില്ലാണ്ട് പറ്റൂല ഉമ്മി. എന്താണ് ചാരു നീ പറയുന്നേ? നാലാൾ കേട്ടത് മോശാന്നറിയോ? ഒക്കെ പോട്ടെ, അന്റെ വാപ്പ അറിഞ്ഞ അന്നെ ഇന്നും കൊല്ലൂലേ. ഇതിലും ഭേദം മരിക്കണതേനു റബ്ബേ. ആന്റി പ്ലീസ് ആന്റി, ഇപ്പൊ അങ്കിളിനോട് പറയല്ല ആന്റി. ഇല്ല, ഞാൻ പറയണില്ല. നിങ്ങൾ രണ്ടാളും പിടിച്ച് കെട്ടിച്ചേരാം. എന്തേ, മതിയോ? അനക്കൊന്ന് ഉമ്മാനെ പറ്റി ആലോചിച്ചൂടെ ചാരു? എന്താണ് ഇപ്പൊ ഇത് കഥ? ഉമ്മിയുടെ ലൈഫ് കണ്ടിട്ട് എനിക്ക് മടുത്തിട്ടാ. ആണുങ്ങൾ ഇത്ര മോശപ്പെട്ട ആൾക്കാരെ വിചാരിച്ചിട്ടാ. ഉമ്മി വാപ്പിയുടെ ഒരു അടിമല്ല ഉമ്മി. അപ്പൊ അതാണ് നിങ്ങളെ പ്രശ്നം? എല്ലാ ആണുങ്ങളും ഒരേപോലെ ആവൂല മോളെ. സൈറങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ട്. നിങ്ങൾക്ക് പറ്റിയ നല്ല ചെക്കന്മാരൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി കുടുംബമൊക്കെ ആയി, അതൊക്കെ അല്ലേ ജീവിതം. അതൊക്കെ നല്ല രസാണ് മക്കളെ. ഉമ്മക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്ത ഉമ്മ? എനിക്ക് പറ്റൂല ഉമ്മ, ഒരാണുങ്ങളെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റൂല. അത്രയ്ക്ക് മടുത്തുപോയി ഉമ്മാന്റെ ലൈഫ് എന്നെ കണ്ടിട്ട്. ഞാൻ നല്ല പോലാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. സേറ, വീട്ടിൽ പോവാൻ നോക്ക്. ഇനി ഇങ്ങോട്ട് വരരുത്. ഇവളെ കൂടെയുള്ള എല്ലാ കമ്പനിയും നിർത്തിക്കോ. ഉമ്മ എന്താ ഉമ്മ എന്നെ പറ്റി ആലോചിക്കാത്തെ? നിന്നെ പറ്റി ആലോചിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്റെ മോൾ ഇങ്ങനത്തെ ഒരു ഹറാമ് ചെയ്യുന്ന കാണാൻ ഉമ്മയ്ക്ക് പറ്റൂലടാ. ഞാൻ പോട്ടെ. കല്യാണത്തിന് മുമ്പ് വാപ്പിയും അടിപൊളിയാനടാ. ലവ് മാരേജ് ആണ് ഞങ്ങളുടേത്. കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രാരാബ്ദമൊക്കെ ആയപ്പോ വാപ്പി പതുക്കെ മാറി. പിന്നെ അടുക്കളയിൽ തിരക്കും കാര്യമൊക്കെ ആയപ്പോ ഉമ്മി ആ സ്നേഹം എന്നൊക്കെ ഉള്ളത് വിട്ടുപോയി. അതെന്നെ ഇത്രയ്ക്ക് എഫക്റ്റ് ചെയ്യുമെന്ന് ഉമ്മി വിചാരിച്ചില്ല. ഒന്ന് പറഞ്ഞാൽ റെഡിയാക്കാൻ പറ്റുന്ന പ്രശ്നം ഞങ്ങളുടെ ഇടയിലുള്ളൂ. അത് ശരിയാക്കാം മോൾക്ക് മാറാൻ പറ്റുമോ? ഇതിന്റെ പേരിൽ ഇപ്പൊ തന്നെ എന്നെ പിടിച്ച് കെട്ടിക്കുന്നൊന്നുമില്ല. എനിക്ക് ടൈം തരാം. നീ മാറി ചിന്തിക്കണം. അതുവരെ ഉമ്മന്റെ കുട്ടി പഠിച്ചോ അല്ലെങ്കിൽ ജോലിക്ക് പോയിക്കോ. പക്ഷേ ഇനി എന്റെ മോളികത്തെ ഹറാമ് ചെയ്യരുത്.